മാ മിൻ അഹ്ലി ബൈത്തിൻ യതവാസലൂന ഫയഹ്താജൂൻ. ഏതൊരു വീട്ടിലുള്ള ആളുകളാണോ പരസ്പരം ബന്ധം നിലനിർത്തുന്നത്, ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവില്ല, മറ്റു പ്രയാസങ്ങളുണ്ടാവില്ല. എന്തുകൊണ്ട്? അവർ നിരന്തരം അന്വേഷിക്കുകയാണ്, എന്താണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ കാര്യം, എൻ്റെ അനുജൻ്റെ കാര്യം, എൻ്റെ പെങ്ങളുടെ കാര്യം എന്താണ്, എൻ്റെ മക്കളുടെ കാര്യം എന്താണ്, എൻ്റെ ഭാര്യയുടെ ആരോഗ്യം, എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ, എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ കാര്യം എന്താണ്. അതാണ് യതവാസലൂൻ, തവാസുലു വേണം. പക്ഷേ ഇന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയ അത് കവർന്നെടുക്കുകയും നമ്മുടെ ബന്ധങ്ങൾ ആരൊക്കെയോ ആയിട്ടാണ്, കുടുംബവുമായിട്ടില്ല. ഭാര്യ അടുത്തുണ്ട്, മക്കൾ അടുത്തുണ്ട്, മാതാപിതാക്കൾ അടുത്തുണ്ട്, പക്ഷേ നാം ഏതോ നാട്ടിലുള്ളവരുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ നടക്കുന്നില്ല, വീട്ടിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. അത് പാടില്ല. വീട്ടിലുള്ളവർക്ക് ഏറ്റവും ആവശ്യമായ സമയം അത് കൂടുതൽ വീട്ടിലുള്ളവർക്ക് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുദയ്യ മൻ യഊൽ. ഒരു മനുഷ്യന് പാപം ലഭിക്കാൻ ഇത് മാത്രം മതി, താൻ ആരെയാണോ സംരക്ഷിക്കേണ്ടത് അവരെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത്, അവരുടെ കാര്യം അന്വേഷിക്കാതിരിക്കുക എന്നുള്ളത്, അവരുടെ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത്. മറിച്ച് പലപ്പോഴും വീട്ടിൽ നിന്ന് രാവിലെ പുറത്തിറങ്ങുന്നു ഉപ്പ, പിതാവ്, ഭർത്താവ്, എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലോ വീട്ടിലുള്ളവരുടെ കാര്യം അന്വേഷിക്കുകയല്ല, വീണ്ടും മൊബൈൽ ഫോൺ തുറന്നു നോക്കി ഫുൾ ടൈം ആ മൊബൈൽ ഫോണിലാണ്, വീട്ടുകാരുടെ കാര്യം അന്വേഷിക്കുന്നേയില്ല. അത് പാപത്തിന് കാരണം അത് തന്നെ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കണം.